ചെയ്യുന്നില്ല, കൃഷി ചെയ്യാനുള്ള പ്രായോഗികമായ ഒന്നിലേറെ തടസ്സങ്ങൾ നമ്മുടെ കർഷകരെ അനുഭവിക്കുന്നില്ല. അതിനെന്താ നിങ്ങൾ പരിഹാരം കാണാൻ ഒരു കർഷകർ തന്നെ ഭൂരിഭാഗം ആളുകളും അവർ വെട്ടുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണാൻ നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ സാധിക്കുമോ? ഇങ്ങനെ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം വെറുതെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധി വളരെ കൂടുതലാണ്. കൃഷി ഇറക്കി അതിന്റെ ഫലം കിട്ടി അതിന്റെ കൃഷിയിൽ നിൽക്കുന്ന ആദായം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടം കിട്ടിയാൽ മാത്രമേ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കൂ. നമ്മുടെ ഈ പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് സന്തോഷത്തോട് നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് കൃഷി സ്ഥലത്തിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതിന്റെ ലെറ്റർ കണ്ടല്ലോ അല്ലെ. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൃഷി ഡിപ്പാർട്ട്മെന്റും കൃഷി റീസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി എല്ലാവരുടെ സംയോജിതമായിട്ട് കൃഷിക്കാർക്ക് വേണ്ട സ്കീമുകളൊക്കെ ഇപ്പം നമ്മുടെ കൃഷി ഭവനിൽ ഫാമേഴ്സിന് വേണ്ടി കിസാൻ സമ്മാൻ നിധിയുണ്ട്, ക്രോപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ഇതേപോലത്തെ സ്കീംസ് എത്രത്തോളം കൃഷിക്കാർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം. ഇതുകൂടാതെ കൃഷിയിലുള്ള ഒരു അവയർനെസ് ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. അത് കൃഷി എന്ന് പറയുമ്പോൾ കൃഷിക്കകത്ത് തന്നെ ഫിഷറീസ് വരും, മൃഗസംരക്ഷണം വരും, എല്ലാം തന്നെ ക്രോഡീകരിച്ചാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ഇത് കൃഷി ക്യാമ്പയിൻ തുടങ്ങി 29